ചില ആൾക്കാരുണ്ട് പുതിയ കാലത്ത് ഒരു മണി എന്താണെന്നറിയോ, അവർ പറയും നിന്നെ ഞങ്ങൾ ചില ടീംസൊക്കെ ഉണ്ട്, എന്നിട്ട് പറയും ദുബായ് കൊണ്ടുപോയിക്കോളാം, ദുബായ് കാണാനുള്ള എല്ലാ അവസരം, ബുർജ് ഖലീഫ അടക്കം കാണാനുള്ള അവസരം തരാം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് തരും, ഞങ്ങൾ ചില സാധനങ്ങൾ തന്നെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വേറെ ആൾക്ക് കൊടുത്താൽ മതി, നിനക്ക് 50,000 റുപ്യ അല്ലെങ്കിൽ 1,00,000 റുപ്യ അതും തരും. ഇതിന് പോവാണ് കുറേ ചെറുപ്പക്കാരെ. ഇത് സംഭവം മനസ്സിലായില്ലേ? പെട്ടെന്ന് അത് പെൺകുട്ടികൾ വരെ ഉണ്ട്, 19-18 വയസ്സുള്ള പെൺകുട്ടികൾ അടക്കം കാലിക്കറ്റ് എയർപോർട്ട് അടക്കം പിടിച്ചതാ ഈ വിഷയ തട്ടിപ്പിൽ. വേറെ രസമുണ്ട് അതിൽ. ഈ നാളെ ഒരു പെൺകുട്ടിനെ പിടിച്ചപ്പോൾ ഒരാളിനോട് 19 വയസ്സുള്ള പെൺകുട്ടിനെ പിടിച്ചപ്പോൾ ഒരാളിനോട് ഒരു സങ്കടം, സാറേ പാവല്ലേ പെൺകുട്ടി ഇപ്പോൾ ബേജാറാവുന്നുണ്ടാവില്ലേ. ഞാൻ പറഞ്ഞു ചങ്ങാതി, നമ്മൾ ഈ വാർത്ത നമ്മൾ എത്തിയതിൻ്റെ മുമ്പ് ആ പെൺകുട്ടീൻ്റെ ജാമ്യം കിട്ടിയിട്ട് ആ പെൺകുട്ടി വീട്ടിലെത്തി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അത് വേറെ വിഷയം. ഇതിൻ്റെ ബാക്കിൽ ബമ്പൻ ടീമാണ്. അത് ജയിലിൽ കിടക്കണ ആവശ്യമൊന്നും, അതൊരു പൊക്കിക്കൊണ്ട് പോകും. അതിനൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലടക്കം അതിന് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതെന്താ പറഞ്ഞതെന്നറിയോ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഒരു ബേസിക് ഒരു എക്കണോമിക് സോഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ, ഐ മീൻ ഹലാലല്ലെങ്കിൽ, അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ, ആ ഹലാലല്ലാത്ത പൈസ ഭക്ഷണം കഴിക്കുന്നവർ, വസ്ത്രം ധരിക്കുന്നവർ, അതിൽ ബറക്കത്തുണ്ടാവില്ല. കുറേ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ളത് അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവുക എന്നുള്ളതാണ് പോയിന്റ്. വി ഡു ഹറക്ക, അള്ളാഹ് ഗിവ്സ് ബറക്കാന്നാ. നമ്മൾ ഹറക്ക് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്യാം. ബറക്ക അള്ളാഹു തരേണ്ട ഒരു സംഭവമാണ്. അതെന്ത് വേണം, അള്ളാഹ്ക്ക് പോരും. പട്ടിണി കിടന്നാലും ശരി, പലിശ ഉപയോഗിക്കാൻ തീരുമാനിക്കണോ? ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. കല്യാണങ്ങൾ നടക്കുന്നത് എങ്ങനെ? എല്ലാവർക്കും സ്റ്റാറ്റസാണ്. എൻ്റെ കല്യാണത്തിന് ഇപ്പം നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ്, അയാൾ കുറേ വലിയ ബിസിനസ് മാഗ്നറ്റുകളായ ആളുകളുടെ പേര് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവരൊക്കെ എൻ്റെ മോളെ കല്യാണത്തിന് വന്നിട്ടുണ്ട് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ആ നാട്ടിലെ പാവപ്പെട്ടവർ എത്ര ആൾക്കാർ വന്നിരുന്നു ചോദിച്ചു. അങ്ങനെ നാട്ടിലെ പാവപ്പെട്ട ആൾക്കാരില്ല, ആരും ഇല്ലാത്ത, ചെരുപ്പൊന്നും ഇടാൻ ഇല്ലാത്ത, ചെരുപ്പില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങാത്ത, ആ കീറി കുപ്പായിട്ട ആൾക്കാരില്ല. അങ്ങനെ എത്ര ആൾക്കാർ നിങ്ങളുടെ കല്യാണത്തിന്? അതാരും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കല്യാണത്തിൽ ബർക്കത്തില്ല. ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പാവപ്പെട്ട ആൾക്കാർ പങ്കെടുക്കുന്ന സദ്യയാണ് ഏറ്റവും നല്ല സദ്യ എന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെന്താണെന്ന് പറയുക, കല്യാണം നടക്കുമ്പോൾ അപ്പുറത്തെ കല്യാണത്തിനേക്കാൾ എൻ്റെ കല്യാണം ഒന്നുകൂടെ, BMW കാർ എൻ്റെ കല്യാണത്തിന് 25 വന്നിരുന്നു, എൻ്റെ കല്യാണം എൻ്റെ വീട്ടിലെ കല്യാണത്തിന് 25 വന്നിരുന്നു, മറ്റോടത്ത് 14 ഞാൻ എണ്ണിരുന്നു, 14 വന്നിട്ടുള്ളൂ. ഇതൊക്കെയാണ് സ്റ്റാറ്റസ്. ഞാൻ പറയുന്നത്, എന്നിട്ട് ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് ലോണൊന്നൊരു പ്രശ്നമേ അല്ല, ലോണൊരു പ്രശ്നമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, നമ്മൾ ഇസ്ലാമിക മാനസ്ക്രിപ്റ്റ് ജീവിക്കുന്നവരല്ലേ നമ്മൾ, അത് നോക്കണ്ടേ. പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം നിങ്ങൾ, ഒരു പ്രശ്നമില്ല. അനങ്ങിയ ലോണ് അല്ലെങ്കിൽ പണയം വെക്കുക, ഇത് എന്തിനാന്നുള്ളത് വേറെ ഒന്ന്. ഇത് പണയം വെക്കുന്നുള്ള പ്രശ്നം ഒന്ന്, മറ്റൊന്നത് എന്തിനാന്നുള്ളത് വേറെ പ്രശ്നം. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഭാര്യയും ഭർത്താവും തല്ലുകൂടിയുള്ള സമാധാനം മുഴുവനും പോവുക ചെയ്യുന്നത്. വീടെടുക്കുന്ന സമയത്ത് വരെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഈ വീടെടുക്കുന്ന സമയത്ത് ഒരാൾ, എക്കണോമിസ്റ്റുകളുടെ ചില കണക്കാ വിഷയത്തിലുണ്ട്, ഒരാൾ എത്ര രൂപയുടെ വീടാണ് എടുക്കേണ്ടത്, അതിന് കണക്കുണ്ട്. ചില മാഗസിൻസ് ഇതുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകളുടെ ലേഖനത്തിൽ, സാമ്പത്തിക വിദഗ്ധരായ ആളുകളുടെ ലേഖനങ്ങളിൽ വന്ന ചെറിയ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത്ര രൂപ എന്നല്ല, അതിൻ്റെ മാനദണ്ഡം ഞാൻ പറയാം. ഒരാളുടെ, ശ്രദ്ധിക്കണം കേട്ടോ, ഈ കണക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു നമ്മളെ കൂടെ അയേക്കാളും വലുതായിരിക്കും മിക്കവാറും. ഒരാളുടെ ശമ്പളത്തിൻ്റെ, ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ, ഈ ശമ്പളമല്ല ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് വരുമാനം ഉണ്ടാവുമല്ലോ, ആ വരുമാനത്തിൻ്റെ 60% എടുക്കുക. എന്നിട്ട് അതിനെ 60 കൊണ്ട് ഗുണിക്കുക. അതായത് 5 വർഷത്തെ ഇയാളുടെ വരുമാനത്തിൻ്റെ 60% കൊണ്ടാണ് ഇയാൾ വീടുണ്ടാക്കേണ്ടത് നടത്തും. അതായത് ഒരു മാസം 1,00,000 രൂപ ബാക്കിയാവുന്ന, അല്ലെങ്കിൽ സാലറി ആയിട്ട് കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ, ആ ആൾ 60,000 × 60 എത്ര വരും? 36 ലക്ഷം അല്ലേ? 36 ലക്ഷം രൂപയാണ് അയാൾ വീടിന് വേണ്ടി മാക്സിമം ചിലവഴിക്കേണ്ടത്. 36 ലക്ഷത്തിൻ്റെ വീട് തന്നെ ഉണ്ടാക്കണമെന്നല്ല, അതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇല്ലേ? ചില കടയിലൊക്കെ കാണാം MRPയിലും വില കുറവെന്ന്. MRP പറഞ്ഞാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാ, അതിനെ കൊടുക്കണമെന്നില്ല. അപ്പോൾ 36 ലക്ഷമാണ് ഈ 1 ലക്ഷം വരുമാനമുള്ള ആൾ മാക്സിമം ഉണ്ടാക്കേണ്ട വീടിൻ്റെ വലുപ്പം, അതിന് വേണ്ടി ചിലവഴിക്കേണ്ടത്. പക്ഷേ ഇവിടെ 50,000 വരുമാനമുള്ള ആൾ 49 ലക്ഷം രൂപയുടെ വീടിൻ്റെ പ്ലാൻ വരച്ചിട്ട് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഇത് നടന്നിട്ടുണ്ടാവില്ല. എന്നിട്ട് ലോൺ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ നടന്നു, പിറ്റേന്ന് തുടങ്ങി ഇതിൻ്റെ പലിശ പലിശ പലിശ. അവസാനം എത്ര എനിക്ക് പരിചയമുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഇങ്ങനെ ഇല്ലാത്ത പൈസ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയിട്ട്, അതിന് പിന്നിൽ ചില ഭാര്യമാരുടെ പങ്കുണ്ട്. ചെറിയ വീടൊന്നും എടുത്താൽ പറ്റൂല, അങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ളതാണൊക്കെ പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങളുടെ പങ്കുണ്ട്, ചില വീട്ടിൽ ഉമ്മമാരുടെ പങ്കുണ്ട്, ചില വീട്ടിൽ ബാപ്പന്മാരുടെ പങ്കുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കുത്തുവാൾ എടുത്തിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ പൊറുക്കി വിറ്റിട്ട് പിന്നെ ഒരുപാട് കടം. എത്ര ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നാ. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹത്തിലുള്ള ചില ആളുകൾ ഒരിക്കൽ മൂസാ നബിയോട് വന്നിട്ട് പറഞ്ഞു, അല്ല മൂസാ നബി, നമുക്ക് ആയുസ് കുറവാ,
കുറേ ആയുസുണ്ട്. മുത്തനബിൻ്റെ ഉമ്മത്തിനെ പോകുന്നതല്ല, കുറേ ആയുസുള്ളവരാണ് അവർ കേട്ടോ. പണ്ടത്തെ കാലത്ത് നൂഹ് നബിക്ക് 950 കൊല്ലമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്ര ഒന്നുമില്ല, മൂസാ നബിക്ക് കുറേ കുറവാണ്. എന്നാലും നമ്മളെ ഉമ്മത്തിനേക്കാൾ ഒരുപാട് ഏറെ ആയുസുള്ളവരാണ്. അത്രയും ആയുസുള്ള മൂസാ നബിൻ്റെ ഉമ്മത്തിലെ ആൾക്കാർ ഒരിക്കൽ മൂസാ നബിനോട് വന്നിട്ട് പറഞ്ഞു, അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ ഒന്ന് ദ്വാരക്കണം, നമുക്ക് ഈ ആയുസൊന്നും പോരാ, ഇത് കുറച്ചേ ഉള്ളൂ, ആകെ കുറച്ച് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തെങ്കിലും കാര്യമൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും വയസ്സൊക്കെ കഴിഞ്ഞു പോകും. 150 കൊല്ലമൊക്കെ ഉണ്ട്, അതൊക്കെ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോകണം. അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാനൊന്നും കഴിയുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിരിച്ചു. അപ്പോൾ അനുയായികൾ ചോദിച്ചു, നിങ്ങളെന്താ ഒരു കാര്യം പറഞ്ഞിട്ട് ചിരിക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു, അതെന്താ സംഭവം എന്നറിയോ, അവസാനത്തെ കാലത്തിലൊരു പ്രവാചകർ വരാനുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവരുടെ ഉമ്മത്തിൻ്റെ ആകെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. അഅ്മാറു ഉമ്മത്തി മാബൈന സിത്തീന വസബൈൻ, 60-നും 70-നും ഇടയിലാണ്. അപ്പോൾ ഇവർ ഇത് കേട്ട മൂസാ നബിൻ്റെ ഉമ്മത്ത് അന്തം വിട്ടാണ്ട് ചോദിച്ചു, എന്ത് ആകെ 60-70 കൊല്ലം ഉള്ളൂ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, ഒരു വീടൊക്കെ ഉണ്ടാക്കുമെന്ന്, ഒരു വീടുണ്ടാക്കുമെന്ന്. എന്നിട്ട് ഒരു പറഞ്ഞു, ഞാൻ എന്താണെന്നറിയോ, വീടുണ്ടാക്കേണ്ട ആവശ്യം എന്താ? കാരണം ഏതെങ്കിലുമൊക്കെ കുറഞ്ഞ കാലമല്ലേ ഉള്ളൂ, ഇബാദത്തെടുത്ത് കൂടെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിലോ വല്ല ഗുഹയിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് താമസിച്ചാൽ പോരെ. ആ ഉമ്മത്തിനറിയാം നമ്മൾ കാലാകാലം വീടുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് അവർക്കറിയില്ലല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. 1,00,000 സ്ക്വയർ ഫീറ്റുള്ള വീട് ഉണ്ടാക്കണം, അത് ഖബറിലാണ് മക്കളെ. ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും സഹായിച്ചും നല്ല രീതിയിൽ കണ്ട് നന്മനുസരിച്ച് ജീവിച്ചാൽ ഖബർ 6 അടിയൊന്നും അല്ല, ആൾക്ക് വെറുതെ പറയാം. ആ കാണുന്നത് 6 അടിയേ ഉള്ളൂ, പക്ഷെ അത് കിട്ടുന്നത് അള്ളാഹുവിനെ വിശാലാക്കും. 1,00,000 സ്ക്വയർ ഫീറ്റൊക്കെ ആക്കിയിട്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനാണ് പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫൈനാൻഷ്യൽ വിസ്ഡം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറയട്ടെ, ഒരു ചെറിയൊരു പാപ്പ, ഒരു ഉമ്മ, അതായത് ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു 1, 2, 3 കുട്ടികൾ, സത്യം പറയട്ടെ 1000 സ്ക്വയർ ഫീറ്റ് മതി മാക്സിമം. അത്രേ വേണ്ടുള്ളൂ, അത്ര മതി. ബാക്കി ആർഭാടമാണ്. അതായത് ഒരാൾക്ക് പൈസ ഉണ്ട്, അയാൾ അതിനനുസരിച്ച് ചെയ്തോട്ടെ, പൈസ ഉള്ള ഒരാൾ ചെയ്തോട്ടെ, അത് നമ്മൾ നോക്കണ്ട. അയാൾ ഇൻറ്റീരിയറിന് കുറേ കോടികൾ ഇൻറ്റീരിയറിന് അത് നമ്മൾ നോക്കണം. അയാൾക്ക് സമ്പത്തുണ്ട്. കാരണം ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് അതിനനുസരിച്ച് അയാൾ ജീവിക്കേണ്ടത്, അതിൽ തെറ്റില്ല. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയാൻ പറ്റില്ല. ആർഭാടം എന്ന് പറയുന്നത് അതിൽ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3 ബെഡ്റൂമുള്ളൊരു വീട് ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന് പകരം നമ്മൾ 2500 പ്ലാൻ വരച്ചിട്ടാണ് വീടാവാത്തത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞിട്ട്? അപ്പോൾ ആ ഉള്ളത് എന്നിട്ട് സാമ്പത്തിക ശേഷി പിന്നെ ഉണ്ടാകുന്നുണ്ടോ? വേറെ സ്ഥലമായി വേറെ വീടുണ്ടാക്കണം, പിന്നെ ഉണ്ടാക്കാം. ഇത് പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, സഹോദരന്മാരിൽ പെട്ട ഒരാൾക്ക് തന്നെ വലിയ ഒരു ചെറിയൊരു അസുഖമുള്ള ഒരാളാണ്, അയാൾക്ക് ഫ്രീ ആയിട്ട് ഒക്കെ ചെയ്യാം പിന്നീട് സമ്പത്ത് ഉണ്ടായാൽ. ഇത് ഇയാളുടെ ജീവിതകാലം മുഴുവനും ഈ വീടുണ്ടാക്കി അതിൻ്റെ കടം വീട്ടിൽ തീർക്കും. ഇയാൾക്ക് എന്നിട്ട് ലാസ്റ്റ് 48-49 വയസ്സിൽ ഇയാൾ ഗൾഫിൽ നിന്ന് എക്സിറ്റ് അടിച്ച് അല്ലെങ്കിൽ വന്നിട്ട് ആ 2 കൊല്ലം താമസിക്കും. എന്നിട്ട് അയാൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചുകയും ചെയ്യും. ഇയാൾ ഈ 35 കൊല്ലം വീടുണ്ടാക്കിയത് 2 കൊല്ലം താമസിക്കാനാണ് ലാസ്റ്റ്. വീടുണ്ടാക്കേണ്ട സമയത്തൊക്കെ ഭർത്താവിനോട് പറയുക, ചെറിയ വീട് മതിക്കാം. ഒരു വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനൊരു 10 ലക്ഷം കടമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബിസിനസ്സിനോട് വീടാൻ കഴിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒക്കെ ഇരിക്കും. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം കഷ്ടമാണ്. അയാൾ അതുകൊണ്ട് ഇടങ്ങേറാവുക ചെയ്യുന്നത്. എന്നിട്ട് ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാനുള്ളത് ഉണ്ടാക്കിയത് അത് നടക്കൂല. അത് മാത്രം നടക്കൂല. ഓരോരുത്തരിങ്ങനെ വിളിച്ച് മറ്റേവിടെ വിളി ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അല്ലാഹു തആല നല്ല വീട് ആൾക്ക് കൊടുക്കട്ടെ, അയാൾ നല്ലൊരു വീടുണ്ടാക്കി, കുറേ പൈസ കടായി. അയാൾക്കാണ് ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വലിയ വീടുണ്ടാക്കി അവസാനം കടത്തിൻ്റെ ആൾക്കാരിങ്ങനെ ചോദിച്ച് ഇടങ്ങാറൊക്കെ ഇടാൻ അവസാനം ആ വീട് വിറ്റു. ഇപ്പോൾ ചെറിയൊരു വീടുണ്ടാക്കേണ്ട അപ്പോൾ ആൾ എത്ര 800-850 സ്ക്വയർ ഫീറ്റ് അത് മതി. ശരിക്കത് മതി. നമ്മളിങ്ങനെ വിശാലമായിട്ട് വലിയ വീട് ചിന്തിച്ചിട്ടാണ്. അവനവൻ്റെ സാമ്പത്തിക, അതേപോലെ തന്നെ വണ്ടിൻ്റെ കാര്യം. വണ്ടി അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത് ഫാമിലിക്ക്. പക്ഷെ അത് മറ്റു വീട്ടിൽ അത്ര വലിയ വണ്ടി ചിന്തിക്കേണ്ട. നമുക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മതി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമില്ലാതെ മാറിയിട്ടുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയും, എൻ്റെ അഭിപ്രായമല്ല. ലോണ് പലിശയാണോ അല്ലേ? ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാൻ ഓപ്ഷനൊക്കെ ഉണ്ട്. അഹ്ലുൽ വറയിൻ്റെ ആളുകൾക്ക് സൂക്ഷ്മതയുടെ തങ്ങളോട് ചോദിച്ചു നോക്കി, നിങ്ങളുടെ നാട്ടിലുള്ള പണ്ഡിതനാണ്. അഹ്ലുൽ വറയിൻ്റെ ആളുകൾക്ക് ലോണ് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? പലിശയിലെ ഏറ്റവും ചെറിയ വിഭാഗം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്നത് തുല്യമാണെന്നാണ്. അതിനേക്കാളും മോശമാണ് ഈ പരിപാടി എന്നാണ് പറയുന്നത്. എന്നിട്ട് യാതൊരു മാനമില്ല. വീടിന് ലോണ്, വണ്ടിക്ക് ലോൺ, ഒക്കെ ലോണ്, എല്ലാ ലോൺ. ഒരു മാൻ ആ വണ്ടിയിൽ ബർക്കത്തുണ്ടാവും, ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ല, പണ്ഡിതന്മാർ പറഞ്ഞാൽ അതൊക്കെ ഹദീസിലാണ് വിശ്വാസങ്ങൾ പറഞ്ഞത്. അതിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെണ്ണുങ്ങൾ എന്താ പറയണ്ട, ഇക്ക ഉള്ളത് കൊണ്ട് മതി, ലോൺ എടുക്കണ്ട, പണയം വെക്കണ്ട. ഇനി സ്വർണ്ണം അത്യാവശ്യം ഉണ്ടെങ്കിൽ വിൽക്കാം, പണയം വെക്കണ്ട. അവിടെ പലിശ വരുന്നത്. പലിശ ഇല്ലാതെ ജീവിക്കാൻ ഉറപ്പിച്ച് തീരുമാനിച്ച് നോക്കി, എവിടെയെങ്കിലും അല്ലാഹു തആല അതിനുള്ള വഴി നമുക്ക് തുറന്നു തരും. അല്ലെങ്കിൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല, രോഗം മാറില്ല, ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുടുംബത്തിൽ സന്തോഷം സമാധാനമൊക്കെ ഉണ്ടാവണം.
അതിന് ഒന്ന് ഞാൻ പറഞ്ഞത്, പലിശ ഇല്ലാത്തൊരു ലൈഫിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആരെങ്കിലും എവിടെയെങ്കിലും ലോൺ അധിഷ്ഠിതമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിറ്റിട്ടാലും കുഴപ്പമില്ല, അത് വേഗം തീർക്കുക. ബർക്കത്ത് അത്രയും ഡിലേ ആവും, ഉറപ്പാണ്. ബർക്കത്ത് ഡിലേ ആവും, അത് വേഗം ഒഴിവാക്കുക.